നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 6-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മകരമാസം 24-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം 17-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:46, അസ്തമയ സമയം വൈകുന്നേരം 6:26. തിഥി ഉദയാൽപരം തിഥി നവമി തിഥിയാണ്. നവമി തിഥി വ്യാഴാഴ്ച രാത്രി 10:56 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 8:35 അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി 9:31. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കുറിലും അവസാനത്തെ 3 പാദങ്ങൾ ഇടവക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം കൂടി എടുത്തു പറഞ്ഞു തരാം. ബുധനാഴ്ച രാത്രി 8:35 മുതൽ വ്യാഴാഴ്ച ആരംഭ സമയം 2:35 AM എന്നുള്ള സമയം വരെയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അഥവാ കാർത്തിക കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാർത്തിക മുക്കാൽ ആരംഭിക്കുന്നത് വ്യാഴാഴ്ച 2:35 AM മുതൽ കാർത്തിക മുക്കാൽ അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി 9:31 അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും വ്യാഴാഴ്ച ദിവസം കാർത്തിക നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്ര പ്രകാരം പൂരം, ഉത്രം, രേവതി, പൂരുട്ടാതി, ഉത്രാടം, തിരുവോണം, ഭരണി എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായ ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂരം, ഉത്രം, രേവതി, പൂരുട്ടാതി, ഉത്രാടം, തിരുവോണം, ഭരണി എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് കാർത്തിക നക്ഷത്ര ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചതയം, ഉത്രട്ടാതി, അശ്വതി, ചിത്തിര, ചോതി എന്നീ 5 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചതയം, ഉത്രട്ടാതി, അശ്വതി, ചിത്തിര, ചോതി എന്നീ 5 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അശ്വതി നാളുകാരെ സംബന്ധിച്ച് സ്വരച്ചേർച്ച ഉണ്ടാകണമെന്നില്ല ഈ കാർത്തിക നക്ഷത്ര ദിവസം. അതുപോലെ തന്നെ ചതയം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് കാര്യവിജയം ഉണ്ടാകണമെന്നില്ല. ചിത്തിര, ചോതി എന്നീ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കാർത്തിക മുക്കാൽ നക്ഷത്രമാണ് ദോഷം ചെയ്യുന്നത്. അത് അവർക്ക് അവരുടെ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾക്ക് ഇടയാകുന്ന ഒരു നക്ഷത്രമാണ് എന്നുള്ളതാണ്. ഈ ചിത്തിര, ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അവരുടെ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളിൽ കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ശുഭസമയം പറഞ്ഞുതരാം. ശുഭസമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസം രാവിലെ 6:46 മുതൽ 9:46 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:16 മുതൽ ഉച്ചകഴിഞ്ഞ് 2:16 വരെയുള്ള സമയം ശുഭസമയമാണ്. ആയതിനാൽ വ്യാഴാഴ്ച ദിവസം ഞാനിപ്പോൾ പറഞ്ഞു തന്ന സമയം നോക്കി ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 6 ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷപ്രകാരം പറയുന്നു. കടും നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ കടുനീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ പേരിൽ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതാനുഭവങ്ങൾ വളരെ ഉത്കൃഷ്ടമായിരിക്കും, ഉത്തമമായിരിക്കും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിധത്തിലുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മുടങ്ങാതെ കേൾക്കുക.
ഇനി വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വ്യാഴാഴ്ച ദിവസം രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം, ആയില്യം, തിരുവാതിര, കാർത്തിക ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം, ആയില്യം, തിരുവാതിര എന്നീ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം. അതല്ല എങ്കിൽ ധനപരമായ വിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസം. ഇനി അതുമല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ഒന്നുമില്ലെങ്കിൽ കടം ചോദിച്ചാൽ കിട്ടുകയും തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ദിവസം. ഇങ്ങനെ ധനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നക്ഷത്രങ്ങളുടെ പേരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക. അപ്പോൾ ഈ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.